ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എന്താണ് ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം? ഇത് ശിവനാഗം എന്ന മരത്തിൻ്റെ വേരാണ്. മരത്തിൽ നിന്നും വെട്ടിയെടുത്ത ശേഷം 10 മുതൽ 15 ദിവസം വരെ ഈ വേരുകൾക്ക് ജീവനുണ്ടാവും. ആ സമയം അത്രയും അവ പാമ്പുകളെപ്പോലെ ഞെളിഞ്ഞു പൊളഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാം ഒരത്ഭുതമല്ലാതെ എന്തു പറയാൻ. ഓം നമ ശിവായ. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിയുടെ കാര്യം പറയാം. മൈൻഡ് ഓൾട്ടറിങ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് എന്താണെന്ന് അറിയാമല്ലോ. മറ്റു ജീവികളുടെ ചിലവിൽ ജീവിക്കുന്ന ജീവികൾ. ഉദാഹരണത്തിന് ഇത്തിക്കണ്ണി. മാവിനും മറ്റു മരങ്ങൾക്കുമൊക്കെ മുകളിലായിട്ട് പറ്റിപ്പിടിച്ച് അവയുടെ പോഷണങ്ങളെല്ലാം വലിച്ചെടുത്ത് ജീവിക്കുന്ന ഒരു ചെടിയാണ് ഇത്തിക്കണ്ണി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന വിരകളെല്ലാം. വിരകൾ, മുഖത്തെല്ലാം ജീവിക്കുന്ന ചില ജീവികളുണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിനകത്തിരുന്നിട്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമെല്ലാം വലിച്ചെടുത്ത് ജീവിക്കും. അതാണ് പാരസൈറ്റ്സ്. പക്ഷേ ഇത് അതുപോലെ ഒരു പാരസൈറ്റ് അല്ല. മൈൻഡ് ഓൾട്ടറിങ് എന്ന് വെച്ചാൽ മനസ്സ് മാറ്റുന്ന ഒരു പാരസൈറ്റ്. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിൽ ഒരു ജീവി അല്ലെങ്കിൽ ചെറിയൊരു വിര പോലെ ഒരു സാധനമുണ്ട്. അത് നമ്മളെ കൊണ്ട് തോന്നിക്കുകയാണ് ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് എടുത്ത് ചാടാനോ അല്ലെങ്കിൽ വെള്ളം കാണുമ്പോൾ, കടൽ കാണുമ്പോൾ അതിലേക്ക് എടുത്ത് ചാടാനൊക്കെ തോന്നിക്കുന്ന ഒരു, അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ സോംബി പോലെ ബുദ്ധിഭ്രമെല്ലാം ഉണ്ടാക്കുന്ന ഒരു ജീവിയെ പറ്റി ആലോചിച്ച് നോക്കൂ. അതുപോലെ ഒരു ജീവിയാണ് ഹെയർ വേം. ഇത് മുടിയുടെ ആകൃതിയുള്ളത് കാരണമാണ് ഹെയർ വേം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് ഹോഴ്സ് ഹെയർ വേം. കുതിരയുടെ മുടി പോലെ തോന്നിക്കുന്ന ഒരു ജീവി ആയത് കാരണമാണ് ഹോഴ്സ് ഹെയർ വേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ജീവി ഇത് ചെറിയ മുട്ടയിടും. മുട്ടയുടെ ലാർവ ഈ കുഞ്ഞു പ്രാണികൾ കഴിക്കും. ഈ പ്രാണീനെ വിട്ടിലോ പ്രേയിങ് മാൻറ്റിസോ അല്ലെങ്കിൽ പാറ്റയോ ഒക്കെ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ആ പാറ്റയുടെ അല്ലെങ്കിൽ ഈ പ്രേയിങ് മാൻറ്റിസിൻ്റെ ഒക്കെ ഉള്ളിൽ ഈ ജീവി ജീവിക്കാൻ തുടങ്ങും. ഏകദേശം 1 മാസം കൊണ്ട് ഇത് വളർന്ന് വലുതാവും. അതിനുശേഷം ഇത് പ്രത്യേകതരം കെമിക്കൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ജീവിയുടെ മനസ്സ് മാറ്റുകയും, നോർമലി ഈ പാറ്റയും വിട്ടിലൊന്നും വെള്ളത്തിൽ പോകാത്തതാണ്. പക്ഷേ ഈ ജീവി ആ സമയത്ത് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ വെള്ളത്തിലേക്ക് പോയി ചാടുകയും അതിൻ്റെ വയറിൽ നിന്ന് ഈ ജീവി പുറത്തു വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ചില വീഡിയോസ് നമുക്കൊന്ന് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജു രാജ്.